ഹലോ, നമ്മുടെ നാട്ടിൽ പൊതുവേ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് എന്ന് പറയുന്നത് കാസ്റ്റിക് സോഡ വെച്ചിട്ട് അല്ലെങ്കിൽ ലൈ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും സ്കിന്നിന് അലർജി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇറിറ്റേഷൻ, ചൊറിച്ചിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള സോപ്പ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വേറൊരു വീഡിയോ ഇടാം. മെയിനായിട്ട് എന്താണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോപ്പും അതുപോലെ തന്നെ ലൈ വെച്ചുണ്ടാക്കുന്ന സോപ്പും അതുപോലെ തന്നെ ഈ സോപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ലൈ വെച്ചുണ്ടാക്കുന്ന സോപ്പ്, അതായത് കാസ്റ്റിക് സോഡ, ആ കാസ്റ്റിക് സോഡയിൽ ഓയിലും കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് അവിടെ സപ്പോണിഫിക്കേഷൻ, അതായത് ഈ സോപ്പ് പോലെയുള്ള ഒരു സാധനം രൂപാന്തരപ്പെട്ട് പിന്നെ അവിടെ ആ കാസ്റ്റിക് സോഡയുടെ ട്രേസ് പോലും ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ സോപ്പ് പൊതുവെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാച്ചുറലി ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന സർഫക്റ്റൻറ്റ്, അതായത് ഓൾറെഡി നമുക്ക് പൗഡർ പരുവത്തിൽ അത് കിട്ടുവാണ്. അതിന് സോഡോ കൊക്കോ ഐസനേറ്റ് എന്ന് പറയുന്നത്. അതിന് വളരെ വളരെ കുറവേ ഉള്ളൂ ഈ ഇൻഗ്രീഡിയൻസ് അതുപോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ കൂട്ടി ചേർത്തിട്ട് അത് ഒന്നെങ്കിൽ ചൂടാക്കിയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഡ് പ്രോസസ്സും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് 2-3 സർഫക്റ്റൻറ്റ് ചേർത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണത്. ഇനി ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പി എച്ച് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈവ് വെച്ച് ഉണ്ടാക്കുന്ന പി എച്ച്, കാസ്റ്റിക് സോയയുടെ പി എച്ച് എന്ന് പറയുന്നത് 13 to above ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കൊരു സോപ്പ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 8 to 10 ആണ്. പക്ഷേ അതിൽ നമ്മൾ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഒന്നും കൂടി മൈൽഡായിട്ട് നമുക്ക് കിട്ടുന്നു എന്നേ ഉള്ളത്. പക്ഷേ ഈ നമുക്ക് കടകളിലൊക്കെ കൊമേഴ്ഷ്യൽ കോസ്മെറ്റിക് സോപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് തേക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നത്. ഇനി നമ്മളിപ്പോൾ SCI വെച്ചുണ്ടാക്കുന്ന, ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ സോപ്പ് എന്ന് പറയുന്നത് അത് ഒരു മൈൽഡ് പി എച്ച് ആണ്, അതായത് 5.6 അല്ലെങ്കിൽ 6.5 മാക്സിമം അത്രേ വരുള്ളൂ. അപ്പോൾ പി എച്ച് കൂടിയാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് കൊണ്ടുവരും, അലർജി കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെയൊക്കെ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഒരു 24-30 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പത വരുന്നതുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പത കൂടുതൽ വരുന്ന സോപ്പാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് എപ്പോഴും ഡ്രൈനെസ് കൂട്ടുന്ന ഒരു സാധനമാണ്. എന്നാൽ ഇങ്ങനെയുള്ള സോപ്പുകൾ ക്രീമി, വളരെ സോഫ്റ്റായിട്ടായിരിക്കും അത്, എന്നാൽ അത്രയധികം പതയൊന്നും അതിലുണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോൾ സാധാരണ വളരെ ഹാർഡായിട്ടുള്ള വാട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ടൈപ്പിലായി വെച്ചിട്ട് ഉണ്ടാക്കിയ സോപ്പ് അത് പതയാൻ ഇത്തിരി പാടാണ് അത് ഉപയോഗിക്കാനായിട്ട്. എന്നാൽ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇനി ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോപ്പ് ഉണ്ടാക്കാനാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി ഉടനടി നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് കുറച്ച് ഓയിലുകളും അതുപോലെ ഹേർബ്സും ശരീരത്തിന് ആവശ്യമുള്ള എന്തും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ മറ്റേതിനെന്ന് പറഞ്ഞാൽ ലൈ വെച്ചുണ്ടാക്കുന്ന സോപ്പിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 to 6 വീക്ക് നമ്മൾ അതിന് ക്യൂറിങ് ടൈം മിക്കവാറും എല്ലാവരും കൊടുക്കാറുണ്ട്. അതിലും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഞാനത് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഞാൻ പൊതുവേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ സോപ്പ് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ പൊതുവേ പൗഡറാണ് ഉപയോഗിക്കാറ്. പക്ഷേ പൗഡർ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഇതിങ്ങനെ ഡസ്റ്റ് ചെയ്ത് ഇടാനൊക്കെ സോപ്പിൻ്റെ അത്ര എളുപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സോപ്പൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ ലൈവ് വെച്ചുണ്ടാക്കുന്ന ഒരു സോപ്പും ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അലർജി ഉള്ളവർക്ക്, വീട്ടിൽ പ്രായമായിട്ടുള്ളവർ, അതുപോലെ ഈ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എപ്പോഴും ദേഹത്ത് ചൊറിച്ചിലായിരിക്കും. അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സോപ്പ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഫോർമുല വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണാം. Bye.